പടക്കങ്ങളുടെ പച്ച നിറത്തിന് കാരണം എന്താണ്? സോഡിയം, ബേരിയം, കോപ്പർ, മഗ്നീഷ്യം. ഉത്തരം ബേരിയം. വെടിക്കെട്ട് പ്രദർശനങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ലോഹ ലവണങ്ങൾ കാൽസ്യം ക്ലോറൈഡ്, സോഡിയം നൈട്രേറ്റ്, ബേരിയം ക്ലോറൈഡ്, കോപ്പർ ക്ലോറൈഡ് മുതലായവയാണ്. ഫയർ വർക്കുകൾ ഉണ്ടാകുന്ന പച്ചജ്വാല ബേരിയത്തിൻ്റെ സാന്നിധ്യം മൂലമാണ്. വീണ്ടും ചൂടാക്കിയാൽ ബോട്ടുലിസത്തിന് കാരണമാകുന്ന ഭക്ഷണം ഏത്? മത്തങ്ങ, മരച്ചീനി, ഉരുളക്കിഴങ്ങ്, ചേന. ഉത്തരം ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് വീണ്ടും വീണ്ടും ചൂടാക്കുന്നത് ബോട്ടുലിസത്തിന് കാരണമാകുന്ന ചില ബാക്ടീരിയകളുടെ വികാസത്തിലേക്ക് നയിക്കുന്നു. പ്രഭാത ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്കുണ്ടാകുന്ന രോഗമേത്? മൈഗ്രെയിൻ, ഹൃദയാഘാതം, പൊണ്ണത്തടി, മലബന്ധം. ഉത്തരം പൊണ്ണത്തടി. പ്രഭാത ഭക്ഷണം കഴിക്കാത്ത കുട്ടികൾക്ക് കൗമാരക്കാർക്കും പ്രഭാത ഭക്ഷണം കഴിക്കുന്നവരെ അപേക്ഷിച്ച് അമിതവണ്ണമോ അമിതഭാരമോ വളരെ കൂടുതലാണ്. പണ്ടുകാലത്ത് വസ്ത്രങ്ങളിൽ നിറം കൊടുക്കാൻ ഉപയോഗിച്ചിരുന്ന പഴം ഏത്? ബ്ലാക്ക്ബെറി, മാമ്പഴം, തണ്ണിമത്തൻ, ഓറഞ്ച്. ഉത്തരം ബ്ലാക്ക്ബെറി. ഒരു കാലത്ത് വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ ബ്ലാക്ക്ബെറി ജ്യൂസ് ഉപയോഗിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ പച്ചക്കറി ഏത്? വെണ്ടയ്ക്ക, മത്തങ്ങ, തക്കാളി, സവാള. ഉത്തരം തക്കാളി. തക്കാളിയെ സസ്യശാസ്ത്രജ്ഞർ പഴങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും പോഷകാഹാരത്തിലും പാചക ആവശ്യങ്ങൾക്കും ഈ ഭക്ഷണങ്ങൾ പഴങ്ങളേക്കാൾ പച്ചക്കറികളായി കണക്കാക്കപ്പെടുന്നു. ഏത് നിറത്തിലുള്ള പഴങ്ങളാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് കഴിക്കേണ്ടത്? മഞ്ഞ, ചുവപ്പ്, പച്ച, ഓറഞ്ച്. ഉത്തരം പച്ച. പച്ചപ്പഴങ്ങളും പച്ചക്കറികളും കാഴ്ചയുടെ ആരോഗ്യം നിലനിർത്താനും എല്ലുകളും പല്ലുകളും ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു. കുളമ്പുള്ള എല്ലാ മൃഗങ്ങൾക്കും പൊതുവായുള്ളത് എന്ത്? കൊമ്പുകൾ, കൊമ്പല്ല്, നഖം, നീണ്ട മൂക്ക്. ഉത്തരം കൊമ്പുകൾ. കൊമ്പുള്ള എല്ലാ മൃഗങ്ങൾക്കും കാലിൽ കുളമ്പുകളുണ്ട്. ഇത്തരത്തിലുള്ള മൃഗങ്ങളെ ആർട്ടിയോഡാക്റ്റിലസ് എന്ന് വിളിക്കുന്നു. പക്ഷികളുടെ ശരീരത്തിൽ വിഷമാകുന്ന ഭക്ഷണം ഏത്? തക്കാളി, മത്തങ്ങക്കുരു, ചോക്ലേറ്റ്, ശർക്കര. ഉത്തരം ചോക്ലേറ്റ്. ചോക്ലേറ്റിൽ തിയോബ്രോമിൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കൊക്കോ മരങ്ങളുടെ വിത്തുകളിൽ കാണപ്പെടുന്ന ഒരു ആൽക്കലോയിഡാണ്. പക്ഷികൾക്കും നായകൾക്കും പൂച്ചകൾക്കും ഈ സംയുക്തത്തെ രാസവിനിമയം ചെയ്യാൻ കഴിയില്ല. അതിനാൽ ചെറിയ അളവിൽ ചോക്ലേറ്റ് പോലും പക്ഷികൾക്ക് മാരകമായേക്കാം. കൂട്ടുപുരുകമുള്ള സ്ത്രീകളുടെ ലക്ഷണം എന്ത്? ഭാഗ്യവതി, കലക സ്വഭാവം, ദാരിദ്ര്യം, നുണ പറയുക. ഉത്തരം കലക സ്വഭാവം. പുരുഷന്മാർക്ക് കൂട്ടുപുരുകം നല്ലതെങ്കിലും സ്ത്രീകൾക്ക് കൂട്ടുപുരുകം നല്ലതല്ലെന്നാണ് വിശ്വാസം. ഇത് ഇവരുടെ കലക സ്വഭാവമാണ് കാണിക്കുന്നതെന്ന് സാമുദ്രിക ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നു. അനാരോഗ്യകരമായ മത്സര സ്വഭാവവും അത്യാഗ്രഹവും ഇവർക്ക് ഉണ്ടാകും. ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ജീവി ഏത്? മുതല, പാമ്പ്, ജിറാഫ്, ആന. ഉത്തരം പാമ്പ്. പല്ലികൾ, പാമ്പുകൾ, ഉഭയജീവികൾ, പവിഴങ്ങൾ എന്നിവയെല്ലാം മരിക്കുന്നതുവരെ വളരുന്നു. ഈ ജീവികളെ അറിയപ്പെടുന്നത് അനിശ്ചിത കർഷകർ എന്നാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ഇടാനും. അപ്പം നാളെ അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.